നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കറിയാം എന്താണ് ഇക്കണോമിക്സ് എന്നാൽ. എന്താണ് ഇക്കണോമിക്സ്? ഇക്കണോമിക്സ് ഇസ് എ സോഷ്യൽ സയൻസ് വിച്ച് സ്റ്റഡീസ് ദ ഇക്കോണമി ആൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. അത് എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? സ്റ്റഡീസ് ദ ഇക്കോണമി ആൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഒരു ഇക്കോണമിയെയും അതുപോലെ തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെയും കുറിച്ച്, അതായത് ഒരു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെയും അതുപോലെ തന്നെ സമ്പദ് പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിക്കുന്നതാണ് ഇക്കണോമിക്സ്. അപ്പൊ നമ്മൾ ഇക്കണോമിക്സിനെ തന്നെ നമുക്ക് രണ്ട് ബ്രാഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മൈക്രോ ഇക്കണോമിക്സ്, രണ്ട് മാക്രോ ഇക്കണോമിക്സ്. അപ്പൊ നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മൈക്രോ മാക്രോ. മൈക്രോ മീൻസ് സ്മോൾ, അതായത് നമ്മൾ വളരെ ചെറിയ കാര്യങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുന്നത്. അതായത് നമ്മുടെ ഇക്കോണമിയിലെ ചെറിയ യൂണിറ്റുകളെ കുറിച്ച് ഉള്ള പഠനമാണ് മൈക്രോ ഇക്കണോമിക്സിൽ വരുന്നത്. അതായത് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഫേംസിനെ കുറിച്ചും ഇൻഡിവിജ്വൽസ് ബിഹേവിയറിനെ കുറിച്ചുമാണ് മൈക്രോ ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. മാക്രോ ഇക്കണോമിക്സിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോണമിയെ ആഗ്രിഗേറ്റ് ആയിട്ട് പഠിക്കുന്നു, മൊത്തത്തിൽ പഠിക്കുന്നു. അതായത് ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ആഗ്രിഗേറ്റ് സപ്ലൈ, അങ്ങനെ നാഷണൽ ഇൻകം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയ തോതിൽ ഇക്കോണമിയെ പഠിക്കുന്നതാണ് മാക്രോ ഇക്കണോമിക്സ്. ഈ ഇക്കണോമിക്സ് എന്ന വേർഡ് നമുക്ക് ഒറിജിനേറ്റ് ചെയ്തത് ഗ്രീക്ക് വേർഡായ ഒയ്ക്കോണമിയ എന്ന വേർഡിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന വേർഡ് ഉണ്ടായത്. ഒയ്ക്കോണമിയ എന്ന വാക്കിനർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ്. പിന്നീട് അതിനുശേഷം നമ്മുടെ ആൽഫ്രഡ് മാർഷൽ, അതായത് ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്, അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ഓഫ് കോസ് ആൻഡ് വെൽത്ത് ഓഫ് നേഷൻ. വെൽത്ത് ഓഫ് നേഷൻ എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തതോടുകൂടിയാണ് നമ്മുടെ ഇക്കണോമിക്സ് ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിനായി മാറിയത്. അതായത് ഇക്കണോമിക്സ് ഒരു സ്വതന്ത്ര വിജ്ഞാന ശാഖയായി മാറി. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കി? എന്താണ് ഇക്കണോമിക്സും ഇക്കണോമിക്സിനെ രണ്ട് ബ്രാഞ്ചായി തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് മൈക്രോ ഇക്കണോമിക്സും രണ്ട് മാക്രോ ഇക്കണോമിക്സും. അതിൽ നമ്മൾ മൈക്രോ ഇക്കണോമിക്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത് വിശദമായി. നമ്മൾ ഓരോ ഇക്കോണമിയിലെയും കുറിച്ച് നോക്കിക്കഴിഞ്ഞാല് ഒരു ഇക്കോണമിയെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതായത് ഒരു ഇക്കോണമിയിൽ നടക്കുന്ന പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ എന്നിങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മൾ ഒരു ഇക്കോണമിയെ തിരിച്ചറിയുന്നത്. ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഓരോ ഇക്കണോമിക് ഏജന്റ് ആണ്. അതായത് രാജ്യത്ത് പ്രൊഡക്ഷൻ നടത്തുന്നതും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതും കൺസംഷൻ നടത്തുന്നതും ഒരു ഇക്കണോമിക് ഏജൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇക്കണോമിക് ഏജൻസ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസ് ആവാം, ബിസിനസ് ഓർഗനൈസേഷൻസ് ആവാം, അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓരോ ഇക്കോണമിയെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഇക്കോണമിയുടെയും പ്രത്യേകത നമുക്കറിയാം. മനുഷ്യന്റെ ആഗ്രഹങ്ങള് അൺലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഇക്കോണമിയിൽ പ്രധാനമായിട്ടും നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് നേരിടുന്ന നാലായിട്ട് നമുക്ക് തരംതിരിക്കാം. നേരിടുന്ന പ്രശ്നങ്ങളെ, ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാല് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അതായത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പരിധിയില്ലാത്തതാണ്. നമുക്ക് ഒരു ആഗ്രഹം കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ആഗ്രഹം വരും, അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഗ്രഹം വരും. അതായത് നമ്മൾ എവിടെയും നിർത്തുന്നില്ല, ആഗ്രഹങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ്? നമ്മുടെ റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്. അതായത് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാനുള്ള റിസോഴ്സസ് നമുക്കില്ല. അതുപോലെ തന്നെ നമുക്ക് നീഡ്സ്, ഓരോ വാണ്ട്സിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് ഒരു രാജ്യത്ത് ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, മുൻഗണന. ഓരോ ആഗ്രഹത്തിനും അതുപോലെ തന്നെ
ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഓരോ വാണ്ട്സും നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടത് എന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടും സെൻട്രൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. അതായത് ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇക്കോണമിയിലെ സെൻട്രൽ പ്രോബ്ലംസ് വരുന്നത്. എല്ലാ ഇക്കോണമിയും നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ പ്രോബ്ലംസ്. അതായത് എല്ലാ രാജ്യത്തും റിസോഴ്സസ് കുറവാണ്, അതേപോലെ തന്നെ വാണ്ട്സ് എന്ന് പറയുന്നത് കൂടുതലാണ്, അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളില്, അതായത് എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രൊഡക്ഷൻ നടത്താനും ഡിസ്ട്രിബ്യൂഷൻ നടത്താനും കൺസംഷൻ നടത്താനും അവർക്ക് ഓരോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അതിനെ നമുക്ക് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, സെക്കൻഡ് ഹൗ ടു പ്രൊഡ്യൂസ്, ആൻഡ് തേർഡ് വൺ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതായത് ഒരു രാജ്യത്ത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്തളവിൽ ഉൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് പ്രോബ്ലമായി വരുന്നത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. തേർഡ് പ്രോബ്ലം ആയിട്ട് വരുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതാണ്. ഈ ഇക്കോണമിയിലെ ഈ മൂന്ന് പ്രോബ്ലംസും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടാണ് പറയുന്നത്. അതായത് ഓരോ രാജ്യവും ഇതിനുള്ള ഉത്തരം കണ്ടെത്തണം. അവരുടെ ഈ ഈ സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത് ഓരോ ഇക്കോണമിയും എങ്ങനെയാണ് എന്നാണ്. അതിനായിട്ട് നമ്മൾ ചോയ്സ് ആണ്, അതായത് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് നോക്കും പ്രോബ്ലം ഓഫ് ചോയ്സ് ആണ് വരുന്നത്. അതായത് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, നമ്മുടെ രാജ്യത്ത് എന്ത് ഉൽപ്പാദിപ്പിക്കണം. അതായത് ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഇപ്പൊ ഫുഡ് പ്രോഡക്ട്സ്, ഫുഡ് ഐറ്റംസ് ആണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതോ നാഷണൽ സെക്യൂരിറ്റിക്ക് ആവശ്യമായ രാജ്യസുരക്ഷയ്ക്കായിട്ടുള്ള ഗുഡ്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതോ ലക്ഷറി പ്രോഡക്ട്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഗുഡ്സിനെ, അതായത് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ഗുഡ്സിനെ, അവർക്ക് ആവശ്യമായ ഗുഡ്സിനെ നമ്മൾ തീരുമാനിക്കണം ഏതൊക്കെ വേണമെന്ന്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഫുഡ് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ്, അതുപോലെ തന്നെ ലക്ഷറി ഗുഡ്സ്. അപ്പൊ നമ്മൾ ഇത് പ്രയോറിറ്റൈസ് ചെയ്യണം ഏതാണ് വേണ്ടതെന്ന്. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ജനങ്ങൾക്ക് ഏതാണ് കൂടുതൽ ആവശ്യമുള്ളത്, ഫുഡ് പ്രോഡക്ട്സ് ആയിരിക്കും അല്ലെ. ഫുഡ് പ്രോഡക്ട്സിന് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നു. അതേസമയം തന്നെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടതും നമ്മൾ അവർക്കും ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ രാജ്യവും അതിനനുസരിച്ച് തീരുമാനിക്കണം ഏത് ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അവരുടെ രാജ്യത്ത്. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം എന്തളവില് ഏത് ക്വാണ്ടിറ്റീസിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഇപ്പൊ ഫുഡ് പ്രോഡക്ട്സും വേണം, നാഷണൽ സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സും വേണം, അതുപോലെ തന്നെ ലക്ഷറി പ്രോഡക്ട്സും വേണം. ജനങ്ങൾക്ക് മൂന്നും ആവശ്യമാണ്. അപ്പോ ഇത് പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം, മുൻഗണന നൽകിയതിന് ശേഷം ഇവയെ ഏതൊക്കെ അളവില് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. കാരണം മുഴുവൻ ഫുഡ് ഐറ്റംസും മാത്രം, രാജ്യത്തുള്ള എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ഫുഡ് ഐറ്റംസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ആ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഏത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു, എന്ത് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹൗ ടു പ്രൊഡ്യൂസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇക്കോണമി നേരിടുന്നത്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത്. ഇപ്പൊ പ്രൊഡക്ഷൻ നടത്തുന്നത് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ്. അതായത് രണ്ടായിട്ട് തരംതിരിക്കാം നമുക്ക്. പ്രൊഡക്ഷൻ, ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നത് രണ്ട് തരത്തിലാണ്. അതായത് ലേബർ ഇന്റൻസീവ് ടെക്നോളജി, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നു. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഒരു പ്രൊഡക്ഷൻ, അതായത് ഒരു ഗുഡ്സ് സർവീസ് ഒരു ഗുഡ്സ് പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള
ടെക്നോളജി ഏതാണോ കുറഞ്ഞ ചിലവിൽ ലഭ്യമായിട്ടുള്ളത് ആ രാജ്യത്തിന്, അങ്ങനെ നോക്കിയിട്ടാണ് അവർ തെരഞ്ഞെടുക്കുക. അതായത് ചെലവ് കൂടുതലുള്ള ഒരു ഉൽപാദന ചെലവ് കൂടുതലുള്ള ഒരു മാർഗം അവരെന്തായാലും തെരഞ്ഞെടുക്കില്ല ഒരു രാജ്യം. എപ്പോഴും ഉൽപാദനം കുറഞ്ഞ ചെലവിൽ നടത്താനാണ് എല്ലാ രാജ്യവും എല്ലാവരും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മുടെ ഇന്ത്യ എന്നുള്ളത് ലേബർ അബണ്ടന്റ് നേഷൻ ആണ്. അതായത് ലേബേഴ്സ് കൂടുതലാണ്, തൊഴിലാളികളുടെ എണ്ണം കൂടുതലുള്ള രാജ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും നമ്മൾ ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നത്. അതായത് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ലേബേഴ്സിനെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റലിനെ, അതായത് ക്യാപിറ്റൽ മെഷീനറീസ് ഒക്കെ കുറവ് ഉപയോഗിക്കാം, കൂടുതൽ ലേബേഴ്സിന് ഉപയോഗിക്കാം പ്രൊഡക്ഷൻ നടത്തുമ്പോൾ. അതിനെയാണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഷീനറീസും ടൂൾസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക, ലേബേഴ്സിനെ കുറവ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ ലേബർ അബണ്ടന്റ് നേഷൻ, അതായത് ലേബേഴ്സ് കൂടുതലുണ്ട്, തൊഴിലാളികള് മനുഷ്യവിഭവം കൂടുതലായതുകൊണ്ട് നമ്മൾ ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രൊഡക്ഷനിലെ. പക്ഷെ അമേരിക്ക പോലുള്ള അവിടെ ക്യാപിറ്റൽ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ലേബേഴ്സ് കുറവാണ്. അപ്പോൾ അവര് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജിയാണ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ കൂടുതലും ലേബേഴ്സിനെ കുറവും യൂസ് ചെയ്യുന്നു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിന് ഉൽപാദന ചെലവ് കുറഞ്ഞ ഏത് സാങ്കേതിക വിദ്യയാണോ അതാണ് തിരഞ്ഞെടുക്കുക. ഒന്നല്ലെങ്കിൽ ലേബർ ഇന്റൻസീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിരിക്കാം. അങ്ങനെ അത് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ പ്രോബ്ലം ആണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അതായത് നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട് അല്ലെ. അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട്, അതായത് എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, എങ്ങനെ അത് പ്രൊഡക്ഷൻ നടത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടത്, ആ രാജ്യത്തെ ജനങ്ങൾക്ക് എങ്ങനെ ഇത് വിതരണം ചെയ്യും എന്നാണ് നമ്മൾ അടുത്ത പ്രോബ്ലം ആയിട്ട് നോക്കുന്നത്. അതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ പ്രൊഡക്ഷൻ നടത്തിയതിലുള്ള ഇൻകം എങ്ങനെ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നതാണ്, എങ്ങനെ ചെയ്യണം, ആർക്ക് ചെയ്യണം എന്നതാണ് അടുത്ത പ്രോബ്ലം വരുന്നത്. അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഫാക്ടർ പ്രൈസ്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഉൽപാദന ഘടകങ്ങൾ, അതായത് ഒരു പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇത് നാലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലാൻഡിന് കൊടുക്കുന്ന ഓരോന്നിനും, ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമുക്ക് എന്തുണ്ട്? ഓരോ റിവാർഡ് ഉണ്ട്. ഇപ്പോ ലാൻഡ് ആണ് നമ്മൾ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ലാൻഡിന് എന്താണ് കൊടുക്കുന്നത്? റെന്റ് കൊടുക്കുന്നു. ലേബർ യൂസ് ചെയ്യുമ്പോൾ, പ്രൊഡക്ഷനിൽ ലേബറിന് യൂസ് ചെയ്യുമ്പോൾ ലേബറിന് കൊടുക്കുന്ന റിവാർഡ് ആണ് എന്ത്? വേജസ്, അതായത് വേതനം, കൂലി. ഇനി നമ്മൾ ക്യാപിറ്റൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ, പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് കൊടുക്കുന്നത്? ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, പലിശ കൊടുക്കുന്നു. ഇനി ഓർഗനൈസേഷൻ, അതായത് എന്റർപ്രണർഷിപ്പ്, സംരംഭകത്വം എന്നൊക്കെ നമ്മൾ പറയും, സംഘാടനം. ഇതിനൊക്കെ നമ്മൾ എന്താ കൊടുക്കുന്നത്? റിവാർഡായിട്ട് പ്രോഫിറ്റ്. അപ്പോ ഇങ്ങനെ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിന്റെ റിവാർഡ് വ്യക്തമായി കൃത്യമായി ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് മൂന്നാമത്തെ സെൻട്രൽ പ്രോബ്ലം ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓരോ രാജ്യവും നമ്മൾ നേരിടുന്ന പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ച് എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. അതായത് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ്, അതായത് ഇതെന്ന് പറയുന്നത് പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗിവൺ എമൗണ്ട് ഓഫ് റിസോഴ്സസ്. അതായത് നമ്മുടെ രാജ്യത്ത്
ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് ഏതൊക്കെ തരത്തില് നമുക്ക് ഗുഡ്സും സർവീസും ഏതൊക്കെ അളവില് നമുക്ക് സാധ്യമായിട്ടുള്ള ഏതൊക്കെ അളവില് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസിൽ പറയുന്നത്. ഇപ്പൊ നമ്മൾ പോസിബിലിറ്റീസിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ABCDE 3 പോസിബിലിറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2 പ്രോഡക്റ്റ് ഉദാഹരണമായിട്ട് എടുക്കുന്നു. ഒന്ന് കോൺ, രണ്ടാമത്തത് കോട്ടൺ. അപ്പം ഇപ്പോ രാജ്യത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ കോട്ടൺ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു എങ്കിൽ നമുക്കത് കോട്ടൺ 10 യൂണിറ്റ് കോട്ടൺ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതേസമയം നമുക്ക് കോൺ 0 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് നമ്മൾ കോട്ടണിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ നമുക്ക് കോൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. അതേസമയം നമ്മൾ കോട്ടൺ 9 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിന്നെ ബാക്കി കോൺ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഓരോന്നും ഇപ്പോൾ കോൺ 4 യൂണിറ്റ് എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് 4 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കോട്ടൺ 0 യൂണിറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് 0 യൂണിറ്റ് ആയിരിക്കും. കാരണം കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഓരോ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസിനെയും നമ്മൾ നോക്കുന്നു. അപ്പൊ ഇതിലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോ കോമ്പിനേഷൻസും വരുന്നതെന്ന് നോക്കാം. ഇപ്പൊ A എന്ന കോമ്പിനേഷനിൽ വരുന്ന സെറ്റ് ആണ് 0-10, അതായത് 0 കോൺ, അതേസമയം കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10. അതുതന്നെ ബിയിൽ വരുന്ന കോമ്പിനേഷൻ സെറ്റ് ആണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആണ് 1-9. സി പോസിബിലിറ്റിയിൽ വരുന്ന സെറ്റ് ആണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആണ് 2-7. ഇനി ഡി എന്ന പോസിബിലിറ്റിയിൽ വരുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആണ് 3-4. ഇനി ഇ എന്ന പോസിബിലിറ്റിയിൽ വരുന്നതാണ് 4-0. അങ്ങനെ ഓരോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റും നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് എന്തിനു കൂടുതൽ ഉപയോഗിക്കുന്നോ അതിനനുസരിച്ചുള്ള മറ്റ് പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ഉള്ള സാധ്യത കുറഞ്ഞു വരുന്നു എന്നത്. അതായത് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ രാജ്യം ഇങ്ങനെ ഉൽപ്പാദനം എന്നുള്ള പ്രോബ്ലം ആണ് അത്. അതായത് ഓരോന്നും കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരു വസ്തു ഉണ്ടാക്കാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് അതിനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ABCDE ആ പോയിന്റുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതായത് നമ്മൾ ഈ ഗ്രാഫില് എക്സ് ആക്സിസിൽ കോൺ നമ്മൾ മാർക്ക് ചെയ്യുന്നു, Y ആക്സിസിൽ കോട്ടന്റെ യൂണിറ്റ് മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഓരോ യൂണിറ്റിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് A പോയിന്റിൽ നമ്മൾ കോട്ടണിൽ നമ്മൾ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേസമയം കോൺ നമുക്ക് 0 ആയിരിക്കും. ഇനി ബി പോയിന്റ് ആണെങ്കിൽ 1 യൂണിറ്റ് കോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 9 യൂണിറ്റ് കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സി പോയിന്റിൽ സെറ്റ് നോക്കുകയാണെങ്കിൽ 2 കോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോട്ടൺ 7 ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഡി പോയിന്റിൽ നമ്മൾ കോട്ടൺ 3 പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺ 4 പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കോൺ 4 ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം കോട്ടൺ 0 ആയിരിക്കും. അപ്പൊ നമ്മൾ ഓരോ പോസിബിലിറ്റീസിനെയും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരയ്ക്കുമ്പോൾ അതൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഇതിൽ വരുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് ഇക്കണോമിക് സിസ്റ്റം. അതായത് ഇക്കോണമിനെ തന്നെ നമുക്ക് പലതരത്തില്, അതായത് ലോകത്തുള്ള പല ഇക്കോണമിയെയും പലതരത്തിലാണ് നിലനിൽക്കുന്നത്. 3 ഇക്കണോമിക് സിസ്റ്റത്തിന് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് മാർക്കറ്റ് ഇക്കോണമി, രണ്ടാമത്തേത് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി,
മൂന്നാമത്തത് മിക്സ്ഡ് ഇക്കോണമി. ഓരോ ഇക്കോണമിയെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ചൂസ് ചെയ്യുന്നത്? അതായത് ക്യാപിറ്റൽ ഇക്കോണമി ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഇക്കോണമി തന്നെയാണ് മാർക്കറ്റ് ഇക്കോണമി. മാർക്കറ്റ് ഇക്കോണമിയിലാണെങ്കിൽ ഈ ഇക്കോണമിയിൽ എല്ലാ ഡിസിഷൻസ് എടുക്കുന്നതും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നതും മാർക്കറ്റ് ആയിരിക്കും. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, ബിസിനസ് ഓർഗനൈസേഷൻസ്, പ്രൈവറ്റ്ലി ഓൺഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. അതായത് ഇക്കോണമിയെ മുഴുവനായിട്ടും ഡീൽ ചെയ്യുന്നത് പ്രൈവറ്റ് ഓർഗനൈസേഷൻസോ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസോ ആയിരിക്കും. അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നതും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതും കൺസംഷൻ നടത്തുന്നതും എല്ലാം. ഇനി സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആണെങ്കിൽ ഗവൺമെന്റ് ആണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ ഇക്കോണമിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ്. പ്രൊഡക്ഷൻ നടത്തുന്നതും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതും എല്ലാം തീരുമാനിക്കുന്നതും അത് നടത്തുന്നതും എല്ലാം ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും. ഇനി മിക്സഡ് ഇക്കോണമി ആണെങ്കിൽ അവിടെ രണ്ടു പേർക്കും സ്ഥാനമുണ്ട്. അതായത് മാർക്കറ്റ് ഇക്കോണമിയും സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയും മിക്സഡ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അതായത് ഇവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ഇതിന് പ്രൊഡക്ഷൻ നടത്തുന്നു, അതുപോലെ തന്നെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയും പ്രൊഡക്ഷൻ നടത്തുന്നു. അതായത് ഇവിടെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും നടത്തുന്നത് ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഇക്കോണമിയാണ്. നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ പ്രൈവറ്റ് ഓർഗനൈസേഷൻസും ബിസിനസ്സും വരുന്നത്. അതായത് ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് ഇവിടെ തീരുമാനങ്ങളോ കാര്യങ്ങളോ എടുക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് മിക്സഡ് ഇക്കോണമിയിൽ വരുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഇക്കോണമി ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ 3 തരത്തിലുള്ള ഇക്കണോമിക് സിസ്റ്റം ലോകത്തുണ്ടെന്ന് മനസ്സിലാവും. ഇനി ഇക്കണോമിക് അനാലിസിസ്. 2 തരത്തില് ഇപ്പൊ ഇക്കണോമിക്സിനെ നമ്മൾ 2 തരത്തില് അനലൈസ് ചെയ്യും. അതായത് പോസിറ്റീവ് ഇക്കണോമിക്സ്, അതുപോലെ തന്നെ നോർമാറ്റീവ് ഇക്കണോമിക്സ്. രണ്ടിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. പോസിറ്റീവ് ഇക്കണോമിക്സ് ആണെങ്കിൽ ഡീൽസ് വിത്ത് വാട്ട് ഈസ്, അതായത് എന്താണ് എന്നതാണ് പോസിറ്റീവ് ഇക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്നത്. പോസിറ്റീവ് ഇക്കണോമിക്സ് നോക്കുന്നത് എന്താണ് അത് എന്നതിനെ കുറിച്ചാണ് അനാലിസിസ് ചെയ്യുമ്പോൾ. നോർമാറ്റീവ് ഇക്കണോമിക്സ് നോക്കുന്നത് ഡീൽസ് വിത്ത് വാട്ട് ഓട്ട് ടു ബി, എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച്. ഇനി പോസിറ്റീവ് ഇക്കണോമിക്സിൽ കോൺസിക്വൻസസ് ഓഫ് ആൻ ആക്ഷൻ ആർ എക്സ്പ്ലെയിൻഡ് വിത്തൗട്ട് ഗോയിങ് ഇറ്റ്സ് ഡിമെറിറ്റ്സ് ആൻഡ് മെറിറ്റ്സ്. അതായത് കോൺസിക്വൻസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അതായത് അതിന്റെ മെറിറ്റ്സോ ഡിമെറിറ്റ്സോ നോക്കാതെയാണ് കോൺസിക്വൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ച് അതിന്റെ മെറിറ്റ്സോ ഡിമെറിറ്റ്സോ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല പോസിറ്റീവ് ഇക്കണോമിക്സ്. അതേപോലെ നോർമാറ്റീവ് ഇക്കണോമിക്സിലാണെങ്കിൽ ഡിസൈറബിലിറ്റി ഓർ അതർവൈസ് ഓഫ് ആൻ ആക്ഷൻ ഈസ് അനലൈസ്ഡ്. അതായത് ഇവിടെയാണെങ്കിൽ നമ്മൾ മെറിറ്റ്സും ഡിമെറിറ്റ്സും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് പോസിറ്റീവ് ഇക്കണോമിക്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നോർമാറ്റീവ് ഇക്കണോമിക്സിൽ വരുന്നത്. ഇവിടെ ഡിസൈറബിലിറ്റി ആണ് അതിൽ അനലൈസ് ചെയ്യുന്നത്. ഇനി പോസിറ്റീവ് ഇക്കണോമിക്സിൽ റിസൾട്ട്സ് ആർ അനലൈസ്ഡ് വിത്തൗട്ട് പാസിംഗ് മോറൽ ജഡ്ജ്മെന്റ്. അതായത് റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ മോറൽ ജഡ്ജ്മെന്റ് അവര് നോക്കുന്നേ ഇല്ല. മോറൽ ജഡ്ജ്മെന്റിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് അവർ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത്. പക്ഷെ നോർമാറ്റീവ് ഇക്കണോമിക്സിൽ ദ റിസൾട്ട്സ് ഓഫ് ആൻ ആക്ഷൻ ആർ അനലൈസ്ഡ് ബൈ എക്സാമിനിങ് വെദർ ദേ ആർ ഡിസൈറബിൾ ഓർ നോട്ട്. എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എക്സാമിൻ ചെയ്തതിന് ശേഷമാണ് റിസൾട്ട്സിനെ കുറിച്ച് നോക്കുന്നത്. അപ്പൊ ഇക്കണോമിക് അനാലിസിസിൽ നമ്മൾ 2 തരത്തില് അനലൈസ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന രീതിയിലും നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന രീതിയിലും. ഇന്നത്തെ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത് മൈക്രോ ഇക്കണോമിക്സിനെ കുറിച്ചാണ്. മൈക്രോ ഇക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. കാരണം സെൻട്രൽ പ്രോബ്ലംസ് വരുന്നത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇക്കോണമിയെ കുറിച്ചും അതുപോലെ തന്നെ
ഇക്കോണമിയെ പ്രത്യേകതകൾ പറയണം. അതായത് ഇക്കണോമിക് ഈ സെൻട്രൽ പ്രോബ്ലംസിന് ബാധകമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് വാണ്ട്സ്, അതുപോലെ തന്നെ റിസോഴ്സസിനെ കുറിച്ചും, അതുപോലെ തന്നെ പ്രോബ്ലം ഓഫ് ചോയ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിനാണ് ശേഷമാണ് നമ്മൾ സെൻട്രൽ പ്രോബ്ലംസിലേക്ക് കടക്കുന്നത്. അങ്ങനെ ഓരോ സെൻട്രൽ പ്രോബ്ലംസിനെയും കുറിച്ച് ഡീൽ ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നത് എന്ന് നോക്കും. അപ്പോൾ ഓരോ സെൻട്രൽ പ്രോബ്ലംസിനെയും ഡീൽ ചെയ്യുന്നത് ഓരോ ഇക്കണോമിക് സിസ്റ്റത്തിലൂടെയാണ്. അതായത് ഓരോ രാജ്യവും എങ്ങനെയാണ് ഇക്കണോമിക് സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അതായത് മാർക്കറ്റ് ഇക്കോണമി സെലക്ട് ചെയ്യാം ഒരു രാജ്യത്തിന്, അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആയിരിക്കാം ഒരു രാജ്യത്തിന്, അല്ലെങ്കിൽ മിക്സഡ് ഇക്കോണമി ആയിരിക്കാം ഒരു രാജ്യം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇക്കോണമി സെലക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ സെൻട്രൽ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് നമ്മൾ ഫസ്റ്റ് ഒരു സെൻട്രൽ പ്രോബ്ലം പറഞ്ഞല്ലോ. അപ്പൊ ഈ വാട്ട് ടു പ്രൊഡ്യൂസിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രോബ്ലമോ, അതായത് ചോയ്സ് ഓഫ് ഗുഡ്സ് ആണ്. വാട്ട് ടു പ്രൊഡ്യൂസിൽ വരുന്ന ഒരു കാര്യമാണ് ചോയ്സ് ഓഫ് ഗുഡ്സ്. അതായത് ഏത് ഗുഡ്സ് തിരഞ്ഞെടുക്കണം, അവിടെ ചോയ്സിനാണ് പ്രാധാന്യം. നമ്മൾ നേരത്തെ പറഞ്ഞു ഫുഡ് വേണോ, സെക്യൂരിറ്റി പ്രോഡക്ട്സ് വേണോ, ലക്ഷറി പ്രോഡക്ട്സ് വേണോ. അപ്പൊ ചോയ്സ് ഓഫ് ഗുഡ്സ് ആണ് വാട്ട് ടു പ്രൊഡ്യൂസിനെ റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി സെക്കൻഡ് ഹൗ ടു പ്രൊഡ്യൂസ് പറഞ്ഞു. ഈ ഹൗ ടു പ്രൊഡ്യൂസിൽ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ് എന്ത്, ചോയ്സ് ഓഫ് ടെക്നിക്ക്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ചോയ്സ് ഓഫ് ടെക്നിക്കിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, ലേബർ ഇന്റൻസീവ്, ക്യാപിറ്റൽ ഇന്റൻസീവ്. ഏതാണോ ഒരു രാജ്യത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്, ലീസ്റ്റ് കോസ്റ്റിൽ ലഭ്യമായിട്ടുള്ളത്, അത് സെലക്ട് ചെയ്യുന്നു. മൂന്നാമത്തെ സെൻട്രൽ പ്രോബ്ലം ഹൂം ടു പ്രൊഡ്യൂസ്. ഈ ഹൂം ടു പ്രൊഡ്യൂസിൽ വരുന്ന കാര്യമാണ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഈ റിസോഴ്സസിനെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം എന്നതാണ് അതിനെ റിലേറ്റ് ആയി വരുന്നത്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് വരുന്നു. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ചോയ്സ് ഓഫ് ഗുഡ്സ്, ഹൗ ടു പ്രൊഡ്യൂസില് ചോയ്സ് ഓഫ് ടെക്നിക്സ്, ഹൂം ടു പ്രൊഡ്യൂസിലെ അലോക്കേഷൻ ഓഫ് റിസോഴ്സ്. പ്രധാനമായിട്ട് വരുന്ന സെൻട്രൽ പ്രോബ്ലംസ് ആണ് മൂന്ന് കാര്യങ്ങള്. ഓക്കെ, പിന്നെ നമ്മൾ ഇക്കണോമിക്സിനെ രണ്ടായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, മൈക്രോ, മാക്രോ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ആൽഫ്രഡ് മാർഷൽ, ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സിന്റെ അദ്ദേഹത്തിന്റെ ബുക്കാണ് എൻക്വയറി ഇൻ ടു ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ബുക്ക്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷമാണ് നമ്മുടെ ഒരു ഇക്കണോമിക്സ് ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ആയി മാറിയതെന്ന് പറയാം. വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ഈ ചാപ്റ്ററിൽ?